കേരള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ആ ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമാകുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലം ആര് നിലനിർത്തും? അഭ്യൂഹങ്ങൾക്കും തർക്കങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഒരു വമ്പൻ ട്വിസ്റ്റ് പാലക്കാട്ട് സംഭവിക്കാൻ പോകുന്നു. വടകരയുടെ MP ആണെങ്കിലും തന്റെ തട്ടകമായ പാലക്കാട്ടേക്ക് ഷാഫി പറമ്പിൽ മടങ്ങിയെത്തുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന നിർണായക നേതൃത്വ യോഗത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഈ നീക്കത്തിന് ഔദ്യോഗിക മുദ്ര നൽകിയിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഉയർന്നു കേട്ട പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റേത്. എന്നാൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് കോൺഗ്രസ് നേതൃത്വം പരീക്ഷിച്ച കുതിരയെ തന്നെ കളത്തിലിറക്കാൻ തീരുമാനിച്ചതായാണ് വിവരം. പാലക്കാട്ടെ ഓരോ വോട്ടർക്കും ഷാഫി ഒരു വികാരമാണ്. MP-മാർ മത്സരിക്കേണ്ട എന്ന മാനദണ്ഡം നിലനിൽക്കുന്നുണ്ടെങ്കിലും പാലക്കാട് പിടിക്കാൻ ഷാഫി തന്നെ വേണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ വികാരം ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുകയാണ്. പാലക്കാട് കോട്ട കാക്കാൻ ഷാഫി പറമ്പിലിനേക്കാൾ മികച്ച പോരാളി നിലവിൽ കോൺഗ്രസിനില്ല എന്ന വിലയിരുത്തലാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. ഈ വലിയ തീരുമാനത്തിന് കരുത്തു പകരുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. ബത്തേരിയിലെ ക്യാമ്പിൽ അണിനിരന്ന 200ഓളം മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ലക്ഷ്യ 2026 എന്ന കർമ്മ പദ്ധതിക്ക് പ്രിയങ്ക അംഗീകാരം നൽകി കഴിഞ്ഞു. ഷാഫിയെ പോലുള്ള നേതാക്കളെ മുന്നിൽ നിർത്തി കേരളം തിരിച്ചുപിടിക്കാനുള്ള മാസ്റ്റർ പ്ലാനിൽ പ്രിയങ്ക നേരിട്ട് ഒപ്പുവെച്ചു എന്നതും ശ്രദ്ധേയമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലും തന്ത്രങ്ങളിലും ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണ ഷാഫിക്കുണ്ടെന്ന് ഈ വരവോടെ വ്യക്തമായി. BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി ഷാഫി പറമ്പിൽ മടങ്ങിയെത്തുന്നത് രാഷ്ട്രീയ കേരളം കാണാത്ത ഒരു വലിയ ട്വിസ്റ്റാണ്. വടകരയിൽ ഷാഫി ഉണ്ടാക്കിയ തരംഗം പാലക്കാട്ടും ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. 2026ലേക്കുള്ള കോൺഗ്രസിന്റെ യാത്ര വയനാടൻ മണ്ണിൽ നിന്ന് തുടങ്ങുകയാണ്. പ്രിയങ്കയുടെ അനുഗ്രഹവും ഷാഫിയുടെ പോരാട്ട വീര്യവും കൂടിച്ചേരുമ്പോൾ പാലക്കാട് മറ്റൊരു രാഷ്ട്രീയ അഗ്നിപരീക്ഷയ്ക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പറന്നെത്തിയ പ്രിയങ്ക ഗാന്ധി ഈ പോരാട്ടത്തിന് പച്ചക്കൊടി കാട്ടുമ്പോൾ ഷാഫി പറമ്പിലിലൂടെ പാലക്കാട് കോട്ട സുരക്ഷിതമാകുമോ എന്ന് കാത്തിരുന്നു കാണാം.